അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കൃഷ് വീണ്ടും എനർജറ്റിക് ആയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആന്റന കാണിക്കുന്ന കൃഷും കൺമണിയും വഴിയരികിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് കൃഷ് പിന്നെ കൺമണിയോട് കൺമണിക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു അനാവശ്യ ചോദ്യമാണ് കൃഷ് കൺമണിയോട് ചോദിക്കുന്നത്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് അതെന്താ സാർ അങ്ങനെ ഒരു ചോദ്യം, എന്നെ കണ്ടിട്ട് ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ഒരാളായിട്ട് തോന്നിയോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ് വീണ്ടും കൺമണിയോട് ഈശ്വരൻ ആരാണെന്ന് ചോദിക്കുകയാണ്. ഈശ്വരനെ കൺമണി എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി ഈശ്വരൻ ഓരോ വ്യക്തികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, അത് എനിക്ക് പലപ്പോഴും പ്രകടമായിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് കൺമണിയോട് ശരിയാണ്, കൺമണി പറഞ്ഞത് ശരിയാണ്, എന്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഭാരം ഇറക്കി വെച്ചിരിക്കുകയാണ്. രാഹുലിന്റെ വേഷത്തിൽ ഈശ്വരൻ എനിക്ക് മുന്നിൽ എത്തിയത് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് പറ കൺമണി, എന്ത് കാര്യത്തിനാണ് ഞാനിപ്പോൾ രാഹുലിനെ കണ്ടത്? രാഹുലിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു എനർജി കിട്ടിയ പോലെ, എനിക്കും ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നോക്കിക്കോ കൺമണി, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി എന്റെ കളികളായിരിക്കും, ഞാൻ ഇനി വലിയ സംഭവമായി മാറും, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. എന്നാൽ പെട്ടെന്നുള്ള കൃഷ്ണന്റെ മാറ്റം കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് അല്ല സാറിപ്പോൾ വീണ്ടും എനർജറ്റിക് ആയിരിക്കുകയാണല്ലോ, ഈ ഒരു സാറിനെയാണ് എനിക്ക് വേണ്ടത്, ഈ ഒരു കൃഷ്ണയാണ് എനിക്ക് വേണ്ടത്, അതിനു വേണ്ടിയാണ് ഞാൻ സാറിനെ നിർബന്ധിച്ച് ഈ ടൂറിന് തന്നെ കൊണ്ടുവന്നത്. തുടർന്ന് കൃഷി വീണ്ടും കൺമണിയോട് നന്ദി പറയുകയാണ്. ഒരു പക്ഷേ ഞാൻ ഇന്ന് ആ ടൂറിന് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് രാഹുലിനെ കണ്ടുമുട്ടാൻ സാധിക്കുമായിരുന്നില്ല. രാഹുലിനെ കണ്ടുമുട്ടിയത് വല്ലാത്തൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഈ ടൂർ അതിൻ്റെ ഒരു നിയോഗമാണ് കൺമണി. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് സാർ, ഇനി സാറ് പഴയ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും പാടില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൃഷി വീണ്ടും കൺമണിയോട് വാ കൺമണി, നമുക്ക് എന്നാൽ വീട്ടിൽ പോയാലോ, ഞാൻ കൺമണിയുടെ വീട്ടിൽ കൊടന്നാക്കി തരാം, എനിക്ക് അവിടെയുള്ളവരെയൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് കൺമണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തുറന്ന് കാണിക്കുന്നത് കൺമണിയുടെ വീടാണ്. കൺമണിയുടെ വീട്ടിന്റെ വരാന്തയിൽ ശ്രീനി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുലോചന വരികയാണ്. ധനലക്ഷ്മി ശ്രീനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തുടർന്ന് സുലോചന പിന്നെ ശ്രീനിയോട് ചേട്ടാ, എനിക്ക് കൺമണിയുടെയും കൃഷ്ണന്റെയും കാര്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. എന്നാൽ അത് കേട്ട് ശ്രീനി, നിനക്ക് ഇതുവരെയിട്ട് അത് മതിയായില്ലേ, നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, അത് കൺമണി കൃഷും എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ രണ്ടുപേര് തീരുമാനിച്ച് ചെയ്തോളും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി എന്തിനാണ് അച്ഛാ അമ്മായിയെ തടയുന്നത്, അമ്മായിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അമ്മായി തന്നെ പറയട്ടെ എന്ന് ധനലക്ഷ്മി അച്ഛനോട് പറയുകയാണ്. കൃഷ കൺമണി വിവാഹം നടക്കാൻ പാടില്ല, ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കുമെന്ന് അമ്മായി പറയുമെന്നൊരു പ്രതീക്ഷയിലാണ് ധനലക്ഷ്മി ആ ഡയലോഗ് അടിക്കുന്നത്. തുറന്ന് ശ്രീനി അമ്മായിയോട് എന്താണെന്ന് വെച്ചാൽ പറയാൻ ആവശ്യപ്പെടുകയാണ്. തുറന്ന് അമ്മായി തന്റെ മനസ്സിലുള്ള കാര്യം ശ്രീനിയോട് പറയുകയാണ്. അനാഥൻ എന്നാൽ ഈശ്വരന്റെ മകനാണ്, അങ്ങനെയാണെങ്കിൽ കൃഷ ഈശ്വരന്റെ മകനാണ്, അതുകൊണ്ട് കൃഷ്ണന്റെയും കൺമണിയുടെയും വിവാഹമാണ് നടത്തേണ്ടത്, അവരുടെ കല്യാണം നടത്തിയാൽ നമുക്ക് പുണ്യം കിട്ടുമെന്ന് പറയുകയാണ്. എന്നാൽ ഈ മറുപടി കേട്ട് ധനലക്ഷ്മി ഞെട്ടി കിളി പോയി നിൽക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരികയാണ്. ഇല്ല ഞാൻ സമ്മതിക്കില്ല, കൃഷ്ണനെ അച്ഛനും അമ്മയും ആരെന്ന് അറിയാത്തവനാണ്, അങ്ങനെയുള്ള ഒരു അനാഥനെ കൊണ്ട് കൺമണിയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ശ്രീനി പിന്നെ അമ്മായിയോട് ഇതേ കാര്യം തന്നെയാണ് ഇന്ന് രാവിലെ എന്നോട് ശാന്തമ്മയും പറഞ്ഞത്. എന്നാൽ അത് കേട്ട് സുലോചനയെ ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ശ്രീനി ശാന്തമ്മയെ വിളിക്കുകയാണ്. തുടർന്ന് ശ്രീനി പിന്നെ ശാന്തമ്മയോട് ദേ സുലോചന, നീ പറഞ്ഞ കാര്യം തന്നെ സുലോചനയും പറയുന്നു, ഇതെന്താണ് നിങ്ങൾ രണ്ടുപേരും ഒരേ കാര്യം തന്നെ പറയണേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശാന്തമ്മയും പിന്നെ ശ്രീനിയോട് സുലോചന പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. കൃഷും കൺമണിയും കല്യാണം നടത്തണം, കൃഷി ഒരു അനാഥനാണ്, അനാഥൻ എന്നാൽ ഈശ്വരന്റെ മകനാണ്, അതുകൊണ്ട് കൃഷി ഈശ്വരന്റെ മകനാണ്, അതുകൊണ്ട് അവർ തമ്മിലുള്ള കല്യാണമാണ് നടത്തേണ്ടതെന്ന് പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് ശ്രീനിയാകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മി അവർ രണ്ടുപേരെയും കളിയാക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ ഒരേ ട്യൂഷൻ സെന്ററിലാണല്ലോ കോച്ചിങ്ങിന് പോകുന്നത്, അർത്ഥം വെച്ചുകൊണ്ടാണ് ധനലക്ഷ്മി അത് പറഞ്ഞ് അവരെ കളിയാക്കുന്നത്. തുടർന്ന് ശ്രീനിയും ധനലക്ഷ്മി അവിടെ പോയ ശേഷം ശാന്തമ്മയോട് സുലോചന ഇതേക്കുറിച്ച് ചോദിക്കുകയാണ്. നീ ഈ ഞാൻ പറഞ്ഞ ഡയലോഗ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശാന്തമ്മയും ഇതേ ഡയലോഗ് തിരിച്ചു ചോദിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന സാഗറിന്റെ വീടാണ്. സുജാത ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മയും കൃപയും സുജാതി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നല്ല ഗൗരവത്തിൽ അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ സാഗറിനോട് എന്താണ് നീ ഇത്ര വൈകിയതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ നല്ല ഗൗരവത്തിലാണ് മറുപടി കൊടുക്കുന്നത്. ആ ജയമോഹന്റെ ഷെയർ കൊടുത്ത് ജയമോഹനെ എങ്ങനെയെങ്കിലും അലിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം, ഇന്ന് ഞാൻ ജയമോഹനെ വെല്ലുവിളിച്ചിട്ട് വന്നിരിക്കുകയാണ്, നോക്കിക്കോ ഞാൻ അത് നടത്തിയിരിക്കും, എന്റെ കൃഷ്ണമോന് വേണ്ടി ഞാൻ അലിയിൽ നിന്ന് ജയമോഹനെ ചവിട്ടി പുറത്താക്കിയിരിക്കും എന്ന് സുജാതയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് സുജാത ഒരു വികാരമില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സാഗർ വീണ്ടും സുജാതയുടെ മുഖത്ത് നോക്കി തന്നെയാണ് അർത്ഥം വെച്ചുകൊണ്ടാണ് പറയുന്നത്, കൃഷ്ണ ആരൊക്കെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും ഞാൻ കൃഷ്ണ കൈവിട്ട് കളയില്ല എന്ന് പറയുകയാണ് സാഗർ. സുജാതിയെ ട്രോളിക്കൊണ്ട് തന്നെയാണ് സാഗർ അത് പറയുന്നത്.
എന്നാൽ ഇതെല്ലാം കേട്ട് സുജാത പിന്നെ സാഗറിനോട് തിരിച്ചു പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് ഒരു അർത്ഥം വെച്ചുകൊണ്ട് സുജാതയും മറുപടി കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന കൃപ പിന്നെ ഇവർ രണ്ടുപേരോടും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരസ്പരം മുഖത്ത് നോക്കി പറഞ്ഞോളാൻ പറയുകയാണ്. ഞങ്ങളെ വെറുതെ ഇതിലേക്ക് വലിച്ചിടണ്ട എന്ന് പറയുകയാണ്. ഞങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ പരസ്പരം മറുപടി പറഞ്ഞ് കളിക്കേണ്ട. തുടർന്ന് ആന്റിമ പിന്നെ സാഗറിനോട് നാളെ കൊട്ടേക്കാട്ടത്തെ കല്യാണത്തിന് നമ്മളെല്ലാവരും പോകണമെന്ന് പറയുമ്പോൾ സാഗർ അതിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ അത് പറഞ്ഞാൽ പറ്റില്ല, എല്ലാവരും പോകണമെന്ന് പറയുകയാണ്. അവര് നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് സുജാത ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ആന്റിയമ്മ അത് പറഞ്ഞാൽ പറ്റില്ല, നീയും വന്നിരിക്കണം എന്ന് പറയുകയാണ് ആന്റിയമ്മ. തുടർന്ന് കാണിക്കുന്ന കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് കൺമണിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വീടിന്റെ പുറത്ത് തന്നെ ധനലക്ഷ്മി ഉണ്ടായിരുന്നു. തുടർന്ന് കൃഷ്ണ കണ്ട് ധനലക്ഷ്മി അകത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. മറുപടി ഒന്നും പറയാൻ സാധിക്കാതെ ഒരു ചളിപ്പോട് കൂടി ധനലക്ഷ്മി അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ കൃഷി ധനലക്ഷ്മിയെ വിളിക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മിയോട് കൃഷി പിന്നെ പറയുന്നത് ചേച്ചി പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്, ഞാൻ അനാഥനാണ്, എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. പക്ഷെ ഞാൻ ഈ കാര്യം കേട്ടിട്ട് ഞെട്ടിയില്ല, കാരണം ഇതേ കാര്യം ഞാൻ മുമ്പ് കേട്ട് ഒരു തവണ ഞെട്ടിയതാണ്, വീണ്ടും കേട്ട് ഞെട്ടാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുകയാണ്. ചേച്ചി പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്, ഞാനൊരു അനാഥൻ തന്നെയാണ്, എനിക്ക് ചേച്ചിയോട് ഒരു ദേഷ്യവുമില്ല, അത് ചേച്ചിയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നത്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി എനിക്ക് അടുക്കളയിൽ പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. തുടർന്ന് കൃഷി അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കൺമണി സാറ് പോകാൻ വരട്ടെ, ഞാൻ അമ്മായിമാരെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ ഒറ്റയ്ക്ക് പുറത്തേക്ക് നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോകുല് പുറത്തേക്ക് ഇറങ്ങി ഓടി വന്ന് കൃഷ്ണ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. തുടർന്ന് കൃഷ്ണ ഗോകുലിനോട് സോറി പറയുകയാണ്, ഞാൻ വലിയ രീതിയിലാണ് നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, പക്ഷെ അതൊക്കെ കുളമായി പോട്ടെ ഗോകുല്, നമുക്ക് അടുത്ത തവണ ഇതിലും ഗംഭീരമായിട്ട് ആഘോഷിക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് ഗോകുല് പിന്നെ കൃഷ്ണയോട് സാറിന് വിഷമമായോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷിയെ എനിക്കൊന്നും വിഷമമായില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി അകത്ത് നിന്ന് അമ്മായിമാരി ശ്രീനിയും കുട്ടിക്കൊണ്ട് പുറത്തേക്ക് വരികയാണ്. തുറന്ന് കൃഷി പിന്നെ ഇവരോട് പിന്നെ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടത് ശരി തന്നെയാണ്, ഞാൻ അനാഥനാണ്, എനിക്ക് അച്ഛനും അമ്മയും ആരും ഇല്ല എന്ന് പറയുകയാണ്. പക്ഷെ ഈ കാര്യങ്ങൾ കൺമണിക്കും കൺമണിയുടെ അച്ഛനും ശ്രീനിക്കും ഈ കാര്യം നേരത്തെ തന്നെ അറിയുമായിരുന്നു, അതുകൊണ്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയണം, അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അറിയാലോ, ഞാനുമായിട്ട് കൺമണിയുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ, നിങ്ങളുടെയൊക്കെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കണം കൺമണിയെ എന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ മാറി നിന്ന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തുറന്ന അമ്മായിമാര് വന്ന് കൃഷ്ണയോട് തങ്ങളുടെ അഭിപ്രായം പറയുകയാണ്. ആദ്യം പറയണ സുലോചനയാണ്, ഇപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അച്ഛനും അമ്മയും ഉണ്ടായതുകൊണ്ട് ആരും ഈ ഭൂമിയിൽ നന്നാകാൻ പോകുന്നില്ല. കേട്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ എന്തോരം ക്രിമിനൽസ് ആണുള്ളത്, എന്തോരം കള്ളന്മാരാണുള്ളത്, അവർക്കെല്ലാം അച്ഛനും അമ്മയും ഉള്ളത് തന്നെയല്ലേ, എന്നിട്ടും അവരെങ്ങനെയാണ് ക്രിമിനൽസ് ആയി മാറിയത്? അതുകൊണ്ട് അച്ഛനും അമ്മയും ഉണ്ടായതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല. തുറന്ന് ശാന്തമ്മ, സാറ് അനാഥനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, അനാഥൻ എന്നാൽ ഈശ്വരന്റെ മകൻ എന്നാണ്, അങ്ങനെയാണെങ്കിൽ സാറ് ഈശ്വരന്റെ മകനാണെന്നൊക്കെ പറയുകയാണ്. സാറ് തന്നെ കൺമണിയെ കല്യാണം കഴിക്കണം, സാറ് കൺമണിക്കുള്ളതാണ്, കൺമണിക്ക് സാറിനെ പോലെ അല്ലാതെ മറ്റാരും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് പറയുകയാണ്. എന്നാൽ ആ മറുപടി കേട്ട് കൺമണിക്കും ശ്രീനിക്കും കൃഷ്ണൊക്കെ സന്തോഷമാവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി പിന്നെ സത്യഭാമയോട് തന്റെ അഭിപ്രായം ചോദിക്കുകയാണ്. അമ്മായി എന്താണ് അഭിപ്രായം പറയാത്തതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സത്യഭാമി തന്റെ അഭിപ്രായം പറയുകയാണ്. ഒരു വെറൈറ്റി അഭിപ്രായമാണ് സത്യഭാമ പറയുന്നത്. വിതയ്ക്കുന്നത് ആരും കൊയ്യുന്നില്ല, കൊയ്യുന്നത് ആരും വിതയ്ക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി അമ്മായി എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തുടർന്ന് സത്യഭാമ, ഞാനിത് എവിടെയോ വായിച്ചതാണ്, പക്ഷെ ബാക്കി ഞാൻ മറന്നുപോയി, സോറി സാറേ. എന്നാൽ അത് കേട്ട് ബാക്കി രണ്ടമ്മായിമാര് സത്യഭാമയെ കളിയാക്കുകയാണ്. അവസരം കിട്ടിയപ്പോൾ ഗോൾ അടിക്കുന്നത് കണ്ടോ, ഗോളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമയെ കളിയാക്കുകയാണ്. തുടർന്ന് സത്യഭാമയും പിന്നെ കൃഷ്ണയോട് എനിക്ക് നിങ്ങളുടെ കല്യാണത്തിന് ഒരു എതിരഭിപ്രായമില്ല, എന്റെ കൺമണി കൊച്ചിന് നീ തന്നെയാണ് മാച്ച്. എന്നാൽ ഇതെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ് കൺമണി. എന്റെ അമ്മായിമാര് 3 പേരും എന്തൊരു ഇന്റലക്ച്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. തുടർന്ന് കൃഷി പിന്നെ ഇവരോട് എന്റെ മനസ്സിൽ വലിയൊരു ഭാരവുമായിട്ടാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നിരുന്നത്, പക്ഷെ അതിപ്പോൾ എനിക്ക് ഇറക്കി വെക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്, അത് ഇറക്കി വെക്കാൻ നിങ്ങളോളം വലിയ ആളുകൾ വേറെയില്ല എന്ന്. താങ്ക്സ് അമ്മായിമാരെ. എന്നാൽ അത് കേട്ട് ശാന്തമ്മ, എവിടേക്കാന്ന് വെച്ചാൽ വിളിച്ചുകൊണ്ട് പോ സാറേ ഞങ്ങളുടെ കൺമണിയെ. എന്നാൽ അത് കേട്ട് സുലോചന, അമ്പട പുളിസു, അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി, സാറ് ഞങ്ങളുടെ കൺമണിയെ വിളിച്ചു കൊണ്ടുപോകാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ കൺമണിയെ മനസ്സറിഞ്ഞ് സാറിന് തരുവാണെന്ന് പറഞ്ഞുകൊണ്ട് അനീതിപ്രാവ് സ്റ്റൈലിൽ കൺമണിയെ കൃഷ്ണന്റെ അടുത്തേക്ക് തള്ളിയിടുകയാണ്. ഇനി സാറ് കൺമണിയും കുട്ടി എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൺമണിയെ കൃഷ്ണന്റെ അടുത്തേക്ക് തള്ളിവിടുന്നത്. എന്നാൽ ഈ സമയത്ത് കൺമണി ചെറിയൊരു നാണം കൊണ്ട് നിലത്ത് കാൽ വിരൽ കൊണ്ട് തറ പറ എന്ന് നിലത്ത് കളം വരച്ച് എഴുതി പഠിക്കുകയാണ്.
അതിനുശേഷം കാണിക്കുന്നത് ജയമോഹനെയാണ്. ജയമോഹൻ ഫോണിലൂടെ ആരോടോ സംസാരിക്കുകയാണ്. സാഗറിനുള്ളൊരു പണിയാണ്. നാളെ സാഗറിന്റെ വീട്ടിൽ ആരോ ഒരു അന്വേഷണത്തിന് വരുന്നുണ്ട്. വല്ല റെയ്ഡായിരിക്കും. ഇതിന് പിന്നിൽ ഞാനാണെന്ന് ഒരു കാരണവശാലും അവരറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയമോഹൻ ആ ഫോൺ വെക്കുന്നത്. തുറന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷി ദേവ്ജിയെ വിളിക്കുകയാണ്. വാ സാറേ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് പാചകം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവ്ജിയെ വിളിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.